കൊള്ളുന്നത്. ഇവിടെ മദ്രസകളിൽ ചില മദ്രസകളിൽ അകത്തളങ്ങളിൽ പഠിപ്പിക്കുന്ന സാധനം എന്താണ്? ഇവിടെ ഇന്ത്യൻ സൈന്യത്തിൽ ചേരരുത് എന്ന് മുസ്ലിമിനെ പഠിപ്പിക്കുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ട്. ഇതാരെങ്കിലും ചർച്ചയാക്കിയിട്ടുണ്ടോ? എന്താണ് അവിടെ പറഞ്ഞു വെക്കുന്നത്? അങ്ങനെ നിങ്ങൾ ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്നാൽ നിങ്ങൾ കാഫറിന്റെ പട്ടാളത്തിലാണ്. നിങ്ങൾ കാഫറിന്റെ പട്ടാളത്തിൽ ചേർന്ന് വെടിവെക്കേണ്ടി വരിക പാകിസ്ഥാനിയാണ്, പാകിസ്ഥാനി മുസ്ലിമാണ്. അങ്ങനെ വെടിവെക്കരുത്. ഇന്ത്യൻ പട്ടാളത്തിൽ എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്. യെസ്, അതാ ഞാൻ പറയുന്നത്. ഇന്ത്യൻ മുസ്ലിങ്ങൾ അതിലുണ്ട്. എന്തുകൊണ്ട് പൊന്നാർ ആരിഫ് ഹുസൈനെ അതിന്റെ എല്ലാ ചീത്തപ്പേര് ഇല്ലാതാക്കരുത്. ഈ സ്ത്രീയെ അറിയാക്ക് മദ്രസ പഠിച്ചാളാ. मुसलमान हूँ मगर पाकिस्तानी नहीं. मैं मुसलमान हूँ मगर आतंकवादी नहीं. आतंकवादियों का कोई धर्म नहीं होता. हर आतंकवादी को अपने हाथों से मारने का. എന്റെ മക്ക ഉൾപ്പെടുന്ന സൗദി അറേബ്യ നിങ്ങളുടെ രാജ്യവുമായിട്ട് യുദ്ധത്തിന് വന്നു കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന്റെ കൂടെ നിന്ന് പോരാടണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ പ്രവാചകന്റെ വാക്കുകൾ പരിചയപ്പെടുത്തി തന്ന മദ്രസയുടെ കാര്യമാണോ ആരിഫ് ഹുസൈനെ പറയുന്നത്? ചരിത്രം പോയി പഠിക്കുക ആരിഫ് ഹുസൈനെ. മദ്രസയുടെ പടി പോലും കാണാത്ത നീയാണ് ആരിഫ് ഹുസൈനെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പട്ടാളത്തിന്റെ മഹത്വം പറഞ്ഞിരുന്നത്. 22-ാം വയസ്സിൽ കേരളത്തിൽ നിന്ന് പോയിട്ട് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പോയി ചേർന്ന വക്കം അബ്ദുൽ ഖാദറിന്റെ ചരിത്രം പോയി പഠിക്കുക ആരിഫ് ഹുസൈനെ. വക്കം അബ്ദുൽ ഖാദറിന്റെ ബ്രിട്ടീഷുകാർ കഴിമരത്തിലേറ്റുന്നതിന് മുന്നേ ബ്രിട്ടീഷുകാർ വക്കം അബ്ദുൽ ഖാദറിനോട് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ വക്കം അബ്ദുൽ ഖാദർ പറഞ്ഞെന്താണെന്ന് അറിയാം? നിങ്ങൾ ഇന്ന് തൂക്കിലേറ്റുന്ന അനന്തൻ നായർ അതേ തൂക്കുമരത്തിൽ ഈ വക്കം അബ്ദുൽ ഖാദറിനെയും തൂക്കണം എന്ന് പറഞ്ഞത്. ഒരു ഹിന്ദുവായ അനന്തൻ നായരെ കഴിമരത്തിലെത്തി അദ്ദേഹത്തിന്റെ രക്തം ഈ ഭൂമിയിൽ ഉറ്റി വീഴുമ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തായിക്കൊണ്ട് മുസ്ലിമായ ഈ അബ്ദുൽ ഖാദറിന്റെ രക്തവും ഈ ഭൂമിയിൽ ഉറ്റി വീഴണം. അതിലൂടെ ഈ രാജ്യത്തിന്റെ മതേതരത്വം എനിക്ക് ഉയർത്തിപ്പിടിക്കണമെന്ന് പറഞ്ഞ വക്കം അബ്ദുൽ ഖാദറിന്റെ ചരിത്രം അറിയാത്ത നീയാണടാ ഇന്ത്യൻ മുസ്ലിങ്ങളെ പട്ടാളത്തിന് മഹത്വം പറഞ്ഞു പഠിപ്പിക്കുന്നത്. അവസാനം വക്കം അബ്ദുൽ ഖാദറിന്റെ മാതാപിതാക്കൾക്ക് ഒരു കത്ത് എഴുതി വെക്കുന്നുണ്ട്. ആ കത്തിൽ എന്താ പറഞ്ഞതെന്ന് അറിയാമെങ്കിൽ, ഉപ്പ ഉമ്മ, നിങ്ങൾക്ക് വേണ്ടി ഈ കുടുംബത്തിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്റെ ജീവൻ കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാവാൻ ഈ അബ്ദുൽ ഖാദറിന് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ നാളെ എന്റെ കവറിന് പുറത്ത് വന്നിട്ട് കരഞ്ഞ കണ്ണീരുമായി കണ്ണീരുറ്റിച്ചുകൊണ്ട് എന്റെ രക്തസാക്ഷിത്വത്തെ നിങ്ങൾ ഇല്ലാതാക്കരുത്. നിങ്ങളുടെ കൈയിന്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ട് ഉറക്കെ വിളിച്ചു പറയണം ഭാരത് മാതാ കി ജയ്. മദ്രസ പഠിച്ച വക്കം അബ്ദുൽ ഖാദറിന്റെ പിന്മുറക്കാരായ ഞങ്ങളോടാണ് ആരിഫ് ഹുസൈനെ നീ പട്ടാളത്തിന്റെ മഹത്വം പറഞ്ഞു പഠിപ്പിക്കുന്നത്? ആണോ? പൊന്നാർ ആരിഫ് ഹുസൈൻ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിനൊപ്പം ആബിദ് ഹസൻ സഫ്രാനി എന്ന് പറഞ്ഞ മദ്രസയിൽ പഠിച്ച മുസൽമാനാണ് ആരിഫ് ഹുസൈനെ ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചത്. ഒരു തേങ്ങ ഒരു മണ്ണം കട്ടി അറിയില്ല എനിക്ക്. ആ കാര്യം എന്താണ്? ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞിട്ട് തമ്മിൽ തെറ്റിച്ചിട്ട് ചോര കുടിക്കുക, അതിലൂടെ സമ്പാദിക്കുക, അത് കഴിക്കുക, കിടന്നുറങ്ങുക. എന്തിന് ജീവിക്കാൻ? എന്ത് ജീവിതമാണ് ആരിഫ് ഹുസൈനെ? സ്വന്തം വീട്ടുകാർക്ക് പോലും വേണ്ടാതെ നിന്റെ ഉമ്മന്റെ സംസാരമൊക്കെ ഇന്നലെ യൂട്യൂബിൽ കണ്ട് എത്ര വേദനാജകമായ സംസാരമാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. സ്ത്രീ കരഞ്ഞു പറയുന്നത് കേട്ടിട്ട് സങ്കടമായി പോയി ആരിഫ് ഹുസൈനെ. ആ സ്ത്രീ പറയുന്നത് എന്ത് തെറ്റാണ് പടച്ചോണം ഞാൻ ചെയ്തത്? ഇതുപോലത്തെ ഒരു സന്താനത്തിന് എന്റെ വയറ്റിൽ ചുമക്കാൻ മാത്രമുള്ള എന്ത് തെറ്റായിരുന്നു ഞാൻ ചെയ്തതെന്ന് എന്നും പടച്ചനോട് പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞു.